മാം ഒരു 2 minutes വെയിറ്റ് ചെയ്താലോ? Start ചെയ്യാം. Good evening, good morning all. It is my pleasure to introduce our esteemed mentor for today's session, Ms. Ramya KR. It is a privilege to have you with us today, ma'am, and I also welcome all the students attending the session. So let's begin, ma'am. Thank you, ma'am. I'm Ramya from Vidya Academy of Science and Technology, Trishur, working as an assistant professor. Now I am handling the CST 4 to 8 blockchain technology. Okay. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യായിരിക്കും അല്ലേ? Yes, ma'am. Students join ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇതിൽ പറയാനായിട്ട് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെ. ഇതുവരെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ച ഒരു സബ്ജക്റ്റിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതായത് ഇനി വരാൻ പോകുന്ന സീസണുകളിൽ എന്തൊക്കെയായിരിക്കും നടക്കുക, അതായത് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കറൻസി എക്സ്ചേഞ്ച് ഒന്നും ഇല്ലാത്ത ഒരു വേൾഡിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലേക്ക് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ വേൾഡിൽ നമ്മുടെ തന്നെ ഒരു പാർട്ടായിട്ട് വരാനായിട്ട് പോകുന്നു. നമുക്ക് അധികം ടൈമില്ല, 1 hour ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എക്സാംസ് എങ്ങനെ എഴുതണം, അതായത് എക്സാംസിന് എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും റിപ്പീറ്റഡ്ലി ആസ്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം. അതായത് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഇന്നലെ എക്സാം കഴിഞ്ഞു, ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി, ഇനിയും ലേറ്റ് ആക്കാണ്ട് 3-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഇനിയും ഒരുപാട് ലേറ്റ് ആക്കാതെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം തന്നെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കുറെ അധികം വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി നമുക്ക് പഠിക്കാനുള്ള ടൈമില്ല. അതെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പൊ അതില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്റെ തന്നെ കുറച്ച് നോട്ട്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊഡ്യൂൾ 1 ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി അയമിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ സെൻഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും വിചാരിക്കും. നമുക്ക് ആദ്യം തന്നെ സിലബസ് ഒന്ന് ഓവർവ്യൂ നോക്കാം, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.
സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടോ? യെസ് മാം, കാണാം. ഓക്കെ. എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളതും അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മൾ എ പാർട്ട് ഉണ്ടായിരിക്കും, ബി പാർട്ട് ഉണ്ടായിരിക്കും. എ പാർട്ടിൽ എത്ര 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസും, അതായത് 2 ക്വസ്റ്റ്യൻ ഇതായിരിക്കും ഓരോ മൊഡ്യൂളിനും. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്സ് ആയിരിക്കും. അപ്പൊ പാർട്ട് എയില് ടോട്ടൽ വരിക 13 മാർക്സിന്റെ ആയിരിക്കും. അപ്പൊ ഓരോ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത് മാർക്ക്. എല്ലാ മൊഡ്യൂളിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ വരുന്നത് എന്താണ്? എന്തായാലും നമ്മൾ 2 ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അതിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് വരാം മാക്സിമം 14 മാർക്ക് ആയിരിക്കും, 14 മാർക്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ അതിന്റെ കോഡ് നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കോഡ് ഉണ്ടായിരിക്കും അല്ലെ? CST 428 ആണ് പേര്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് എന്നാണ്. അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കും. നിങ്ങൾ ഒരു സബ്ജക്ട് എഴുതുമ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് സബ്ജക്റ്റിന്റെ കോഡ്, സബ്ജക്ട് നെയിം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ. കുറെ പേർക്ക് എക്സാം ഹോളിൽ കയറുമ്പോഴായിരിക്കും ഈവൻ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നോക്കുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡോ സബ്ജക്ട് നെയിമോ ഒന്നും നോക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞു വെക്കും. ഇനി ഓരോ മൊഡ്യൂളുമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, മൊഡ്യൂൾ 1 നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ഒരു മൊഡ്യൂളില് 2 പാർട്ടായിട്ടാണ് നമ്മൾ സിലബസിൽ എടുക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലും 2 പാർട്ടായിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരും. അതായത് എങ്ങനെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മൊഡ്യൂൾ 1 നമുക്ക് സെപ്പറേറ്റ് പാർട്ടീഷൻ ഉണ്ടല്ലോ, ഒറ്റ പാർട്ട് മാത്രമേ മൊഡ്യൂൾ 1 സോ ആ മൊഡ്യൂൾ 1 നമുക്ക് 14 മാർക്സിന് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കും. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി, അതുപോലെ തന്നെ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. അപ്പൊ അതിൽ വേണമെങ്കിൽ അതിന്റെ ഡിഫറൻസ് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്സ് സിമ്പിൾ ഡെഫിനേഷൻ ചോദിക്കാം. അതിൽ തന്നെ വരുന്ന സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി, AES, DES അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ദെൻ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി RSA മാത്രമായിട്ട് ചോദിക്കാം. അപ്പൊ ആ ഒരു സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് ആ ഒരു പാർട്ട് ഇത് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മൊഡ്യൂളിനെ അപേക്ഷിച്ച് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. എക്സെപ്ഷണൽ RSA പ്രോബ്ലം. ഓക്കെ. അപ്പൊ ആ RSA പ്രോബ്ലം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എല്ലാവരും മാത്സ് നന്നായിട്ട് ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ലോജിക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ? അത് ലീവ് ചെയ്യുകയാണെങ്കിൽ ബാക്കി തിയറിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കും, തിയറി എങ്ങനെ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 1 പഠിക്കാനുള്ള കാരണം, ഫണ്ടമെന്റൽസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി പഠിക്കാനുള്ള കാരണം, നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ക്രിപ്റ്റോഗ്രഫി മെത്തേഡ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അറിയണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെ ഉണ്ടായിരുന്നു, അതായത് ഒരു സബ്ജക്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു സിലബസ് ചേഞ്ച് വന്നപ്പോൾ, അല്ലെങ്കിൽ സ്കീം ചേഞ്ച് വന്നപ്പോൾ ഈ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു മൊഡ്യൂൾ മാത്രമായിട്ട് കംപ്രസ് ചെയ്തു. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു സബ്ജക്റ്റെങ്കിലും നിങ്ങളത് പഠിക്കേണ്ടി വന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് വരുമ്പോൾ ക്രിപ്റ്റോഗ്രഫി നിങ്ങൾ കുറെ സ്ഥലത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ RSAയുടെ പ്രോബ്ലം ആണ് സ്കിപ്പ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം പഠിച്ച് എഴുതിയെടുക്കാവുന്ന ഒരു മൊഡ്യൂളാണ് ഇത് പറയുന്നത്, ഫസ്റ്റ് മൊഡ്യൂൾ. ഇനി ഈ ഫസ്റ്റ് മൊഡ്യൂളില് RSA പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ മൊഡ്യൂൾ 1 ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പ്രത്യേകിച്ച്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലാണ് അതൊരു ഇന്ററാക്ഷൻ സെക്ഷൻ ആവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രം ഒരു റേഡിയോ ആയിട്ട് മാറും അല്ലെ? നിങ്ങൾക്കും കൂടി ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. അപ്പൊ കുറച്ചും കൂടിയും എനിക്ക് പഠിപ്പിക്കാനായിട്ട് എളുപ്പമൊന്നുമാണ്, അത് പറഞ്ഞു തരാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ മൊഡ്യൂള് 1 ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. ഈ മൊഡ്യൂള് 1 വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. എക്സ്പ്ലെയിൻ ക്രിപ്റ്റോഗ്രഫി, അതുപോലെ തന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ
ആ ഡിഫറൻസ്, അതായത് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയും എസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ക്രിപ്റ്റോഗ്രഫി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്രിപ്റ്റോഗ്രഫി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി വരുന്നതാണ് കുറെ ഹാഷ് ഫങ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടീസ്, ആ ഒരു ഹാഷ് ഫങ്ഷൻ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, അതിന്റെ അവലാഞ്ചി ഇഫക്ട് വരുന്നുണ്ട്, ഇനി എന്താണ് അതിന്റെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അതിനുശേഷം വരുന്നതാണ് ഹാഷ് ടേബിൾ. അപ്പൊ ഒരു ഹാഷ് ഫങ്ഷൻ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. അതായത് ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഹാഷ് ഫങ്ഷൻ പഠിക്കുകയാണെങ്കിൽ ആ ഹാഷ് ഫങ്ഷനിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും? പ്രോപ്പർട്ടീസ് വരാം, അല്ലെങ്കിൽ ആ ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫങ്ഷൻസിന്റെ അവലാഞ്ചി എഫക്ട്, ആ എഫക്ട് എന്താണെന്ന് ചോദിക്കും. ഇനി സെക്യൂർ ഹാഷ് ഫങ്ഷൻസ് എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. SHA എന്ന് പറഞ്ഞിട്ട് അൽഗോരിതംസ് ഒക്കെ പഠിക്കുന്നു ഇതുപോലെ. ഇനി അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഹാഷ് ടേബിൾസ്. അപ്പൊ ഏകദേശം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിൽ, അതായത് ക്രിപ്റ്റോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ പഠിച്ച AES, RSA, DES അൽഗോരിതംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ RSA, DES, AES ഒക്കെ വർക്കിംഗ് ചോദിക്കും. ഓക്കെ, ഇതിൽ ഫുള്ള് വരുന്നത് എന്താണ്? തിയറിയാണ്. ആകെ ഒരു പ്രോബ്ലം മാത്രമാണ് വരുന്നത്. RSA എന്ന് പറയുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് ഇതിൽ എന്ത് ചെയ്യാ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ട് എല്ലാവർക്കും? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യട്ടോ. താങ്ക് യു. നമ്മളെ രണ്ടാമത്തെ മൊഡ്യൂൾ, ഈ രണ്ടാമത്തെ മൊഡ്യൂൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം 2 പാർട്ടായിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ചെയിൻ, ഫണ്ടമെന്റൽസ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ തന്നെ 2 പാർട്ടായിട്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, സിലബസിൽ എടുക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആയിരിക്കും വരാനുള്ള സാധ്യത. അപ്പോ ഒരു B പാർട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് ഏതർ ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഒരു പാർട്ടിയിൽ നിന്നായിരിക്കും, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്നായിരിക്കും. ഓക്കെ, ഇതും തിയറിയാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാനായിട്ട്. എപ്പോഴും ചോദിക്കുന്നത് ബ്ലോക്ക് ചെയിന്റെ ആർക്കിടെക്ചർ, എലമെന്റ്സ്, അങ്ങനെയുള്ളത് തന്നെയാണ്, ലിമിറ്റേഷൻസ്. അപ്പൊ അത് ജസ്റ്റ് അതിന്റെ പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചാൽ, ഈവൻ തിയറി കുറെ പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും അതിന്റെ ഒരു ചെറിയൊരു പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിനെ എന്തായിട്ട് എഴുതാൻ പറ്റും, കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി ചെയ്യുമ്പോൾ, അതായത് എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എലമെന്റ്സ് ചോദിക്കാന്ന് വിചാരിക്കും. എലമെന്റ്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ ചോദിക്കാനൊക്കെ ആ എലമെന്റ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ 1, 2, 3, 5 ഇട്ടിട്ട് ആ പോയിന്റ്സ് എഴുതുമ്പോൾ, അതായത് എലമെന്റ്സ് എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എലമെന്റ്സ് മാത്രം ഒന്ന് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. എപ്പോ മാത്രം നിങ്ങൾക്കത് കറക്റ്റ് ആണ് എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്യുക, എലമെന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഇപ്പൊ 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പൊ ഒരു 4 പോയിന്റ്സ് ഉള്ളെങ്കിൽ ആ 4 പോയിന്റ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഈവൻ അതിന്റെ ഉള്ളിൽ എഴുതുന്ന കാര്യങ്ങൾ ഇൻ കേസ് തെറ്റാണെങ്കിൽ കൂടി എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ, പോയിന്റ്സ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യും. അപ്പോ കുറെ പേപ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ടീച്ചേഴ്സ് ചിലപ്പോൾ എല്ലാം ഒന്ന് വായിച്ചു നോക്കണം എന്നില്ല, പോയിന്റ്സ് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ മാർക്ക് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഹെഡിങ് കൊടുക്കാം. ബെനിഫിറ്റ്സ് എഴുതുന്ന സമയത്ത് ബെനിഫിറ്റ്സ് ആണ് എന്നുള്ളത് ഒരു ഹെഡിങ് കൊടുത്ത് ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താ മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ, ഒരു പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻസ് വരും. മൊഡ്യൂൾ 2 ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ ബ്ലോക്ക് ചെയിന്റെ കാര്യങ്ങളായിരിക്കും. അതാണെങ്കിൽ എപ്പോഴും ചോദിക്കുക ചിലപ്പോ എലമെന്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്, അതൊക്കെ ആയിരിക്കും എപ്പോഴും എന്ത് ചോദിക്കുക, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഈ മൊഡ്യൂൾ 2 തന്നെ രണ്ടാമത്തെ പാർട്ടിൽ വരാം ഡീസെൻട്രലൈസേഷൻ ആണ്. ഡീസെൻട്രലൈസേഷൻ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു നിൽക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഡീസെൻട്രലൈസേഷൻ പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അത് കുറെ തിയറിയാണ്, ഒന്നും മനസ്സിലാവണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ മിസ്സാവാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് പഠിക്കും, കുറച്ചും കൂടി എളുപ്പം. ഇനിയിപ്പോ പാർട്ട് ബിയിൽ തന്നെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതായത് A or B എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
ഈ എ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത്, അതായത് എ പാർട്ടിലെ ക്വസ്റ്റ്യൻ പാർട്ട് എ അല്ല, പാർട്ട് ബിയിലത്തെ തന്നെ എ ഓർ ബി എന്ന് പറയുന്നതിൽ എ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിനെ റിലേറ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ ഇതിൽ കുറെ അൽഗോരിതംസ് ആണ് വരുന്നത്. ഇതിലും 2 പാർട്ട് ഉണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ യൂസ് ചെയ്യുന്ന കോൺസെൻസസ് അൽഗോരിതംസ് ആണ് പഠിക്കുന്നത്. രണ്ടാമത്തെ സെഷനിൽ, മൊഡ്യൂൾ 3ൽ തന്നെ രണ്ടാമത്തെ സെഷനിൽ പഠിക്കുന്നത് നമ്മൾ ബിറ്റ് കോയിനും ആ ബിറ്റ് കോയിന്റെ പബ്ലിക് കീസ്, പ്രൈവറ്റ് കീസ്, അത് കുറച്ചും കൂടി നമുക്ക് എന്താ എളുപ്പമാണ് പഠിക്കാനായിട്ട്. അതായത് ബിറ്റ് കോയിന്റെ പാർട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. ഈ കോൺസെൻസസ് അൽഗോരിതംസിൽ അതിന്റെ പേരെങ്കിലും ജസ്റ്റ് പഠിച്ചു വെക്കുക. ഈ അൽഗോരിതംസ് പഠിക്കുമ്പോൾ ടേബിൾ കമ്പയർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടിയിട്ട് ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി മൊഡ്യൂൾ 4ല് സ്മാർട്ട് കോൺട്രാക്ട്സും യൂസ് കേസസും ആണ്. അപ്പൊ ഈ യൂസ് കേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ കറന്റ്ലി യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ചെറിയ അതിൽ വരുന്ന പോയിന്റ്സുകൾ, ഇപ്പൊ ഗവൺമെന്റിലാണെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹെൽത്ത് കെയറിലാണെങ്കിൽ എന്തിനാണ്, അങ്ങനെ ചെറിയ പോയിന്റ്സ് മാത്രം എന്ത് ചെയ്യാം നോക്കി വെക്കുക. പിന്നെ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി. പക്ഷെ ആ ഗവൺമെന്റിൽ എന്തിലാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ, നമ്മളൊരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെ എടുക്കാന്ന് വിചാരിക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ, ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് ജനറേറ്റ് ചെയ്യുന്നത് കോളേജ് തന്നെ ജനറേറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ എവിടെക്കെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഹാഷ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹാഷ് കീ വെച്ചിട്ട് അവർക്ക് അത് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഫിസിക്കലി കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കേട് വരുമെന്നുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ അങ്ങനെ ആയിരിക്കാം സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വരുന്ന നമ്മുടെ ഏരിയസിൽ, കമ്പ്യൂട്ടറിന്റെ ഏരിയാസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫീൽഡിൽ എന്തൊക്കെയാണ് ബ്ലോക്ക് ചെയിൻ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ, ഡിജി ലോക്കർ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യാം, ഒരു ക്ലൗഡിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യുന്ന രീതിയിൽ, അതായത് വേറെ ആരും മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു ഹാഷ് ടാഗ് വെച്ച് ഡിക്രിപ്ഷനോ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലെ. ദെൻ പിന്നെ ഒരു കമ്പനീസിന് എന്ത് ചെയ്താൽ മതി, അവരുടെ കയ്യിൽ ഈ കോളേജിന്റെ ആ ഒരു ഹാഷ് കീ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അലൈഡ് ടെക്നോളജീസ്. ഇനി മൊഡ്യൂൾ 5ല് എപ്പോഴും, അതായത് 3 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന സോളിഡിറ്റി ലാംഗ്വേജിന്റെ, അതിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ്, വേരിയബിൾസ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്, അതിന്റെ ഒരു ലേഔട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്തിന്, മൊഡ്യൂൾ 5. അപ്പൊ സി പ്രോഗ്രാമിംഗ്. സോ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ സോളിഡിറ്റി ലാംഗ്വേജിലും ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കും, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വരുന്നത് ഇതേറിയത്തിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പോണൻസുകൾ ഉണ്ട്, കീസ്, അഡ്രസ്സസ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 5, മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. ഇനി ഈ മൊഡ്യൂൾ 5ല് നമ്മൾ പ്രോഗ്രാംസ് തുടങ്ങുന്നുണ്ട് അല്ലെ, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് സോളിഡിറ്റി ലാംഗ്വേജ് വെച്ചിട്ട്. ഈ സോളിഡിറ്റി ലാംഗ്വേജ് വെച്ചിട്ട് 2 പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാം, വോട്ടിങ്ങും ഓപ്ഷനും. ഇപ്പൊ നമ്മളൊരു സി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു സാമ്പിൾ പ്രോഗ്രാം ആയിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യാം, ഒരു ഹലോ വേൾഡിന്റെ പ്രോഗ്രാം നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്മാർട്ട് കോൺട്രാക്ട്സ് യൂസ് ചെയ്തിട്ട് സോളിഡിറ്റി ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം, ഒരു ഇൻപുട്ട് വാങ്ങിക്കുക, ആ ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അങ്ങനത്തെ ചെറിയ പ്രോഗ്രാംസുകൾ അത് പഠിക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പൊ അതും കൂടിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ വോട്ടിങ്ങും ഓപ്ഷനും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ബി പാർട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 5. അപ്പൊ വോട്ടിങ്ങും ഓപ്ഷനും
ഇൻ കേസ് അതിന്റെ ഉള്ളിലുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊന്നും അതായത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ അറിയില്ലെങ്കിലും അതിന്റെ ഫങ്ഷൻസ് ഒക്കെ എന്താണ് വരുന്നത്, വോട്ടിങ്ങിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, ഓപ്ഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അത് മാത്രം എന്ത് ചെയ്യുക, ഫങ്ഷൻ ചെയ്യാം. ഇൻ കേസ് അതിന്റെ ഉള്ളിലുള്ളത് നമുക്ക് അറിയുന്ന പോലെ എന്ത് ചെയ്യാം, നമുക്ക് എഴുതി വെക്കും. നന്നായിട്ട് സോളിഡിറ്റി ലാംഗ്വേജ് പഠിച്ച ഒരാൾക്ക് മാത്രമേ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നോക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കില്ല ആ പേപ്പർ നോക്കുന്നുണ്ടാവുക. കാരണം ആ കൺസെപ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ലോജിക് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ചെക്ക് ചെയ്യുന്നത്. മൊഡ്യൂൾ 5 അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തായാലും ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ എന്താ പറയുന്നത് സിലബസിനെ കുറിച്ചിട്ട് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടാക്കുന്നുണ്ടോ? ആരെങ്കിലൊന്ന് സംസാരിക്കുക. ഇനി നമുക്ക് അതിൽ എന്തെങ്കിലും ചോദിക്കാണ്ടായിരിക്കുമല്ലോ? നമുക്ക് അതിൽ നിന്ന് വരുന്ന ഓരോ മൊഡ്യൂളിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസുകൾ നോക്കുന്നു. സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? കാണാം. മൊഡ്യൂൾ 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു പാർട്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇല്ലുസ്ട്രേറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ എന്തായാലും ഒരു ഫിഗർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻ കേസ് ഒരു ഫിഗർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്ത ഒരു ഫിഗർ എങ്കിലും വരച്ചു വെക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇതിൽ റിപ്പീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിപ്റ്റോഗ്രഫി എന്താണ്, സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി, എസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്നുള്ള ഡിഫറൻസ്. ഒരു ക്രിപ്റ്റോഗ്രഫിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി, എസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ദെൻ അതിൽ വരുന്ന സിമെട്രിക്കലായാലും എസിമെട്രിക്കലായാലും വരുന്ന AES, DS, RS പോലെയുള്ള അൽഗോരിതംസ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കും. പിന്നെ കീസ് എന്തൊക്കെയാണ്? കീസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വേരിയ ക്രിപ്റ്റോഗ്രഫിയിൽ പബ്ലിക് കീയും പ്രൈവറ്റ് കീ ആയിരിക്കും. ദെൻ അതിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കുക. അതൊക്കെ സിംപിളി നമുക്ക് എന്താ ജസ്റ്റ് വായിച്ചാൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻ ബാങ്ക്? പിന്നെ SH256 ഡിസൈൻ, അപ്പൊ അതിലൊക്കെ നമ്മൾ ഫിഗർ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാം, നോക്കിയിട്ട് വേണം പോവാനായിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് ഏറെക്കുറെ പേപ്പറിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് തിയറിനേക്കാളും കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്, കാരണം സ്റ്റെപ്പിനെങ്കിലും കുറച്ച് മാർക്ക് കിട്ടും. ലാസ്റ്റത്തെ ഒരു ആൻസർ തെറ്റാണെങ്കിൽ കൂടി സ്റ്റെപ്സിന് മാർക്ക് തരും. പിന്നെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും എന്ത് ചെയ്യും, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് തരും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വേണമെങ്കിൽ ഒരു 5 or 10 minutes എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ വായിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് നോക്കുക, ഒന്ന് അനലൈസ് ചെയ്യുക, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ അറിയുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ആൻസർ ചെയ്തിട്ടില്ല. അപ്പോൾ തീരെ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഒരു ഫിഗർ ഉള്ള ക്വസ്റ്റ്യനിലെ ഫിഗറിന്റെ ബോക്സിന്റെ ഉള്ളിലുള്ള കമ്പോണൻസ് ഒന്നും അറിയില്ല, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ വെറുതെ ജസ്റ്റ് ഫിഗർ മാത്രം വരച്ചിട്ട് അതിന്റെ ഉള്ളിലൊന്നും എഴുതാതെ വിടരുത്. അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക, വെറുതെ വെട്ടിക്കളയരുത്. പിന്നെ ഇതിലില്ലാത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും ചോദിക്കില്ല ബ്ലോക്ക് ചെയിനിൽ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്
ഇപ്പൊ 2023 ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലില്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത് പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മള് വേറെ പേപ്പേഴ്സ് ഒക്കെ പഠിക്കുന്ന പോലെ ആ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് നമുക്ക് ആർഗ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിന്റെ കേസിൽ തെറ്റായിരിക്കില്ല. കാരണം അതിനെക്കുറിച്ച് എന്ത് വന്നാലും അത് എഴുതേണ്ടി വരും. ഒരു വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ വേർഡിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഹാഷ്ടാഗ്, അതൊക്കെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് വരാനുള്ള ക്വസ്റ്റ്യൻസുകളാണ്, സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ പ്രീവിയസ് ഇയറിലൊക്കെ ആകെ കൂടി 3 എക്സാം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതുവരെ 3 എക്സാമുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. 23 ഒരു റെഗുലർ, പിന്നെ ആ 23 തന്നെ, അതായത് 23 ജൂണിലാണ് ഫസ്റ്റ് റെഗുലർ നടന്നത്. ദെൻ അതിനുശേഷം വന്നത് ജനുവരി, ഈ ലാസ്റ്റ് ജനുവരിയിൽ ഒരു സ്പെഷ്യൽ സപ്ലി വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പോ അതിനുശേഷം വീണ്ടും ഒരു സ്പെഷ്യൽ സപ്ലി ലാസ്റ്റ് മന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ വരാൻ പോകുന്നു. ഇത് 4ാമത്തെ എക്സാം ആണ്. ടോട്ടലി 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, റെഫർ ചെയ്യാനായിട്ട്. പിന്നെ റെഗുലർ എക്സാം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും സപ്ലിമെന്ററിനെ അപേക്ഷിച്ച്. ഇതുപോലെ തന്നെ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസുകളും ഉണ്ട്. അപ്പൊ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസുകൾ ഇതുപോലെ നോക്കുക. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ എയിമിക്ക് അയച്ചു തരും. എയിമിയോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയിമി നിങ്ങൾക്ക് അയച്ചു തരും. അല്ലെങ്കിൽ പേഴ്സണലി എന്നെ വിളിച്ചാലും മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻസിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് മൊഡ്യൂൾ 5ലേക്ക് നമുക്ക് പോകാം. കണ്ടോ, മൊഡ്യൂൾ 5 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും സോളിഡിറ്റിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ആ സോളിഡിറ്റി ലാംഗ്വേജ് എന്ന് പറയുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ഇതേറിയം വിട്ടിട്ട് സോളിഡിറ്റി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമേ എപ്പോഴും ചോദിക്കാറുള്ളൂ. കൂടുതലും അതാണ്. എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേറിയത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ഹെഡർ അങ്ങനെയുള്ളത്. ഈ 4th മൊഡ്യൂളിൽ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, ഗ്യാസ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതും കുറച്ചും കൂടി സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. പിന്നെ ഏതെങ്കിലും ഇപ്പൊ ഒരു എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ചപ്പോൾ അതിലൊരു ഫിഗർ ഉണ്ട്, ക്വസ്റ്റ്യനിൽ ഫിഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ഒരു ഫിഗർ വരച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കിപ്പോ അറിയാലോ, എപ്പോഴും ഒരു CUI-നേക്കാളും, അതായത് കമാൻഡ് കൊടുത്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണെങ്കിൽ അത് കുറച്ചും കൂടി എന്തായിരിക്കും, ഇന്ററാക്റ്റീവ് ആയിരിക്കും. പേപ്പർ അങ്ങനെയുള്ള പേപ്പേഴ്സിനൊക്കെ, അതായത് വാല്യൂ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പേപ്പേഴ്സിനൊക്കെ കുറച്ചും കൂടി മാർക്ക് കൂടുതൽ കിട്ടിക്കാൻ സാധ്യത. പിന്നെ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന പേപ്പർ അത്രയും സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഒന്നും ആവില്ല, കുറച്ച് ലിബറൽ തന്നെയായിരിക്കും. കാരണം ഞങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിലും പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിനെ ഒന്ന് നന്നായിട്ട് പഠിക്കാതെ അതിന്റെ ആൻസർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞങ്ങളെക്കാളും കുറച്ചും കൂടി നിങ്ങളായിരിക്കും വായിക്കാനും അതായത് സെർച്ച് ചെയ്യാനും ഒക്കെ നിങ്ങളായിരിക്കും കുറച്ചും കൂടി. അപ്പൊ നിങ്ങൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെഴുതിയാലും അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പുതിയ അറിവായിരിക്കും. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫുൾ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതണം എന്നല്ല, അതിനെ റിലേറ്റ് ചെയ്തിട്ട് അതിന് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നന്നായിട്ട് എഴുതി. പിന്നെ ഇതിൽ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്കിന്റെ പ്രോബ്ലം. അതിൽ 3 ഫംഗ്ഷൻസ് ആണ്. ആ ഫംഗ്ഷൻസ് അവർ തന്നിട്ടുണ്ട്, ഡെപ്പോസിറ്റ്, വിഡ്രോ, വ്യൂ ബാലൻസ്. ഇത് നിങ്ങൾക്ക് തോന്നും, അയ്യോ എനിക്ക് സോളിഡിറ്റി ലാംഗ്വേജ് ഒന്നും അറിയില്ല ചെയ്യാനായിട്ട്,
ഞാൻ അത് എങ്ങനെ എഴുതുക എന്നൊക്കെ ഒരു ഡൗട്ട് വരും. അപ്പൊ ഒന്നുമില്ല, സോളിഡിറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്തായാലും പഠിച്ചു വെക്കാം. ആ സ്ട്രക്ചറിന്റെ ഉള്ളില് ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് വരും. ഒരു ബാങ്ക് കോൺട്രാക്റ്റിൽ ഇവർ തന്നെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഡെപ്പോസിറ്റ്, വിഡ്രോ, വ്യൂ ബാലൻസ്. അപ്പൊ ഏതൊരു മണ്ടനും അറിയാൻ പറ്റും ബാങ്കിൽ എന്താണ് നടക്കുന്നത്. ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ, ആക്ച്വലി ഉള്ള നമ്മുടെ ക്യാഷിനെ എന്ത് ചെയ്യാണ്, ഇൻക്രിമെന്റ് ചെയ്യിക്കാൻ. അപ്പൊ അതിനുള്ള ഫംഗ്ഷൻസ് എഴുതണം. അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുമ്പോൾ എന്താ, വിഡ്രോ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ എന്താ, നമ്മുടെ കയ്യിലുള്ള ആ ഒരു ബാങ്കിലെ അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ കുറയുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എഴുതുമ്പോൾ, അതായത് ആ പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിൽ എന്താണ് ആ അഡീഷൻ ചെയ്യാനായിട്ട് എന്താണ് കീവേഡ്സുകൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മൈനസ് ചെയ്യാനായിട്ട്, സബ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് എന്താണ് കീവേഡ്സ്, ഇനി വ്യൂ ചെയ്യാനായിട്ട് അതിനൊക്കെ ഓരോ ഫങ്ഷൻസുകൾ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സോളിഡിറ്റി ലാംഗ്വേജ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ വോട്ടിംഗ് ഓപ്ഷൻ ആയിരിക്കും അതിൽ നിന്ന് വരുന്ന വേറെ പ്രശ്നം. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു അതായത് ശരിക്കും ഒരു 1 hour കൊണ്ട് നമുക്ക് തീരാവുന്ന കാര്യമല്ല. അതായത് ഓരോ ടോപ്പിക് എടുത്തും പഠിപ്പിക്കണമെന്നുണ്ട്. ആ ഓരോ ടോപ്പിക്കും എടുത്ത് നമുക്ക് പഠിപ്പിക്കാനുള്ള ടൈമില്ല. അല്ല, നമ്മളൊരു 6 months കൊണ്ട് പഠിക്കുന്നതാണ് നമ്മളിപ്പോ ഒരു 1 hour കൊണ്ട് നമുക്കൊന്ന് ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് സിമ്പിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സോളിഡിറ്റി ലാംഗ്വേജ് ഒക്കെ പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. അതായത് ആ ഒരു ആദ്യം തന്നെ സ്ട്രക്ചർ പഠിക്കുക, പിന്നെ അതിന്റെ ഉള്ളിൽ ഓരോ ക്വസ്റ്റ്യനിലും എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് വരിക, ആ ഫംഗ്ഷൻസിന് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 5 നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സിമിലർലി മൊഡ്യൂൾ 1 നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എന്തായാലും ആ മൊഡ്യൂൾ, അതായത് 20 മാർക്ക് 2 മൊഡ്യൂളിൽ വെച്ചാൽ ജയിക്കാനുള്ള പാസ് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊഡ്യൂൾ 2 ബ്ലോക്ക് ചെയിന്റെ ആർക്കിടെക്ചർ, ബ്ലോക്ക് ചെയിന്റെ ലിമിറ്റേഷൻസ്, ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ അതെന്തായാലും ആൻസർ ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം. എയിമിനോട് ചോദിച്ചാൽ ഈ നമ്പർ തരും. അപ്പൊ പേഴ്സണലി ചോദിക്കാം, അല്ലെങ്കിൽ മെയിൽ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നോട്ട്സ് വേണമെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഞങ്ങളുടെ ഫാക്കൽറ്റി ഗ്രൂപ്പിലൊക്കെ അത്യാവശ്യം ഈ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോ ഇത്രയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങാം. ഈ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ പ്രോബ്ലം വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഓക്കെ ആണല്ലോ അവര്? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എയ്മി,
ഹലോ ഹലോ പറഞ്ഞു. എലിപ്റ്റിക് കർവിന്റെ പ്രോബ്ലംസ് നോക്കണം. എലിപ്റ്റിക് കർവിന്റെ പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് ഇല്ല, നോക്കാൻ പറ്റുന്ന വെച്ചാൽ നോക്കാം. ഇമ്പോർട്ടൻസ് ഇല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്നത്തെ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലേ? ആരൊക്കെ ചോദിച്ചത്? ആ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കാം. എല്ലാ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ 3 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് നടന്ന എക്സാമിന്, അതായത് ഏറ്റവും ഫസ്റ്റ് നടന്ന എക്സാമിന് ഓഡിബിൾ അല്ല ഞാൻ? Yes, ma'am. നമുക്ക് ഏറ്റവും ഫസ്റ്റ് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഇത് കമ്പാരിറ്റീവ്ലി നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമെട്രിക്ക്, എസിമെട്രിക്ക്, ക്രിപ്റ്റോഗ്രഫി, പിന്നെ ഹാഷ് ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഹാഷ് ഫംഗ്ഷനെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈവൻ ഒരു സെക്യൂർ ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതിയാൽ പോലും നമുക്ക് എന്താവും, പകുതി മാർക്ക് കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കുന്ന ബ്ലോക്ക് ചെയിന്റെ കുറെ കമ്പോണൻസുകളുണ്ട് അല്ലെ? ആ ബ്ലോക്ക് ചെയിന്റെ കമ്പോണൻസുകളെല്ലാം പഠിക്കുക. ഓരോ കമ്പോണന്റ് ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും 3 മാർക്സിനൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ അതിൽ തന്നെ ഡിഫറെന്റ് കമ്പോണൻസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ? അപ്പൊ ബ്ലോക്ക് ചെയിനിൽ ചോദിക്കാം, അതിലുള്ള ഓരോ കമ്പോണൻസിന്റെയും സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം, അങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ ഈ ഒരു പ്രോബ്ലം കണ്ടോ, മിക്കവാറും അതായത് 2 പാർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഷ് ഫംഗ്ഷന്റെ ഒരു പാർട്ട് ഉണ്ടായിരിക്കും ഫസ്റ്റ് മൊഡ്യൂളിന്, അതുപോലെ തന്നെ ASDS. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം 2 അങ്ങനെ ആയിരിക്കും ചോദിക്കുക, അതായത് 2 സെഷനായിട്ടായിരിക്കും ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കമ്പൈൻഡ്, പിന്നെ മൊഡ്യൂൾ 2 നമ്മുടെ ബ്ലോക്ക് ചെയിന്റെ ഡയഗ്രാം, ആർക്കിടെക്ചർ, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അത് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബ്ലോക്ക് ചെയിന്റെ വർക്കിംഗ്, അതിന്റെ ഡയഗ്രാം, ആർക്കിടെക്ചർ എല്ലാം. ഓക്കെ. അപ്പൊ ഒരു ബ്ലോക്ക് ചെയിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലെല്ലാം റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കാം. പിന്നെ വരുന്നത് ഇതുപോലെ തന്നെ ചോദിക്കാനുള്ളത് ലിമിറ്റേഷൻസും ബെനിഫിറ്റ്സ് ഒക്കെ. അപ്പൊ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിന്നൊന്നും സ്കിപ്പ് ചെയ്യാനില്ല നമുക്ക്. ഓക്കെ. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം സ്കിപ്പ് ചെയ്താലും നമുക്ക് ബാക്കി മാർക്ക് കിട്ടും. പ്രോബ്ലത്തിന് ഇപ്പൊ 6 മാർക്സ് ഉള്ളൂ. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 5 മാർക്സ് ആയിരിക്കും. 7 മാർക്സ് വരുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം മാത്രമല്ല, തൊട്ട് മുന്നിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാം. പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതൊക്കെ ശരിക്കും ഫുൾ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിലാണെങ്കിലും ബാങ്ക് ട്രാൻസാക്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ല. അപ്പൊ അതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. മാം, പറഞ്ഞു. ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു വോയിസ്. ഓക്കെ ആയോ? ഓക്കെ.
ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നോക്കിയേ. ലാംഗ്വേജ് ക്രിയേറ്റ് എ സിമ്പിൾ ബാങ്ക് കോൺട്രാക്ട്, ഡെപ്പോസിറ്റ്, വിഡ്രോ ആൻഡ് വ്യൂ ബാലൻസ്. അപ്പൊ അതില് ഇതൊക്കെ നമ്മൾ എന്താണ് ബ്ലോക്ക് ചെയിന്റെ അതിന്റെ ഒരു സ്ട്രക്ചറാണ് അല്ലെ, എപ്പോഴും ചോദിക്കുന്ന സ്ട്രക്ചറാണ്. ഓരോന്നും എന്തിനുള്ളതൊക്കെയാണെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് കോൺട്രാക്ടിന്റെ ഒരു സിമ്പിൾ ഫംഗ്ഷൻ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക്. പിന്നെ നമുക്ക് വരുന്നത് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ദെൻ വിഡ്രോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതുപോലെ തന്നെ എന്താണ് വ്യൂ ബാലൻസ് അല്ലെങ്കിൽ ഗെറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, ചെറിയൊരു പോയിന്റ്സ് ആണ്, ചെറിയൊരു സെന്റൻസ് മാത്രമുള്ളത് പഠിക്കുന്നത്. അപ്പൊ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ രണ്ട് കണ്ടീഷൻ നോക്കാം അല്ലെ, ബാലൻസ് ഉണ്ടോ, ഇനഫ് ബാലൻസ് നമ്മുടെ എമൗണ്ടിൽ ബാങ്കിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബാലൻസ് ചെക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, അത് ആ പ്രോഗ്രാം ചെയ്യാനായിട്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് പ്രോഗ്രാം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ വേർഡ്സിൽ എഴുതി വെക്കും. അപ്പൊ അതിനെങ്കിലും കുറച്ച് മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോ ഒരു മൊഡ്യൂൾ 5 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രഫിയുടെ പ്രോബ്ലംസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇത് തിയറി ആയിട്ട് തന്നെ വരുള്ളൂ. പ്രോബ്ലംസ് വരുന്നത് RSയുടെ മാത്രം പ്രോബ്ലം വരുമല്ലോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാം ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. I would like to thank Ramya ma'am on behalf of Neuron community and everyone present here for taking the session, and also wish all the students the best of luck for their exams. Thank you, ma'am. Okay, thank you.